ഇടുക്കി പീരുമെട്ടിലെ ആദിവാസി സ്ത്രീയുടെ മരണം അത് കൊലപാതകമെന്ന് തെളിയുകയാണ്. കാട്ടാന ആക്രമണത്തിൽ അല്ല സീത എന്ന സ്ത്രീ കൊല്ലപ്പെട്ടതെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാവുന്നു. സീതയുടെ ഭർത്താവ് ബിനു ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലുമാണ്. കാട്ടാന ആക്രമണത്തിൽ അല്ല സീത മരിച്ചതെന്ന് ഇന്നലെ തന്നെ സംശയമുണ്ടായിരുന്നുവെന്ന് കോട്ടയം DFO N രാജേഷ് 24-നോട് പറഞ്ഞു. വനംവകുപ്പിന് ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ സംശയങ്ങളുണ്ടായിരുന്നു. സീതയുടെ ശരീരത്തിൽ സാധാരണ നിലയിൽ കാട്ടാനാക്രമണത്തിൽ കാണപ്പെടുന്ന മുറിവുകളുമായിട്ട് യാതൊരു സാമ്യവുമില്ലായിരുന്നു. അതായത് സീതയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ തന്നെ ആന എടുത്ത് എറിഞ്ഞിരുന്നു എന്ന് ബിനു പറഞ്ഞിരുന്നു. പരിക്കുകളൊന്നും ശ്രീ ബിനുവിൻ്റെ ശരീരത്തിൽ കാണാത്തതിനാൽ ശ്രീ ബിനുവിനെ വിശദമായിട്ടുള്ള വൈദ്യ പരിശോധനയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചു. വനംവകുപ്പിൻ്റെ സംശയങ്ങളെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ശരിവെക്കുന്ന രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം ഫലങ്ങളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. രാഹുൽ, ഇന്നലെ വന്ന ഒരു വാർത്തയാണ്, അത് കാട്ടാന ആക്രമണം നടന്നു, അത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സമയത്ത് ഈ ആദിവാസി സ്ത്രീയെ കാട്ടാന ആക്രമിച്ചു കൊലപ്പെടുത്തി എന്നൊക്കെയാണ് ഈ വാർത്ത ഇന്നലെ ആദ്യം വന്നത്. പക്ഷേ അത് അങ്ങനെയൊന്നുമല്ല എന്നിപ്പോൾ തെളിഞ്ഞു വരികയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിന് തക്കതായ കാരണങ്ങളുണ്ട്, അത് അവിടെ മൽപ്പിടുത്തം നടന്നിട്ടുണ്ട്, നല്ല പാടുകൾ ഇവരുടെ ദേഹത്തുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നു. എന്താണ് ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഈ ബിനു പറയുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ വസ്തുതകളുണ്ട്? എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വന്യജീവി ആക്രമണത്തിനിരയായതിന്റെ യാതൊരു ലക്ഷണങ്ങളും പോസ്റ്റ്മോർട്ടത്തിൽ ഈ സീതയുടെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് ഗുരുതരമായിട്ടുള്ള ആക്രമണം നേരിട്ടിട്ടുണ്ട്. അത് വന്യജീവി അല്ല, അത് മനുഷ്യന്റെ ആക്രമണമാണ് നേരിട്ടതെന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത റിപ്പോർട്ട് ഡോക്ടർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതിക്രൂരമായിട്ടുള്ള മർദ്ദനം, തലയ്ക്ക് മർദ്ദിച്ചിട്ടുണ്ട്, മാത്രമല്ല തല പലതവണ പിടിച്ച് പിന്നിലോട്ട് ഇടിപ്പിച്ചിട്ടുണ്ട്. വാരിയെല്ലുകൾ അടിച്ച് ഒടിച്ചിട്ടുണ്ട്. അതിൽ 3 വാരിയെല്ലുകൾ ലെങ്സിലേക്ക് കുത്തി കയറിയിട്ടുണ്ട്, നാഭിക്ക് ചവിട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനം ഈ സീതയ്ക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ്. ഒപ്പം ഉണ്ടായിരുന്നത് ഈ വനത്തിൽ വെച്ച് സീതയുടെ ഭർത്താവ് ബിനു ആയിരുന്നു. ഇയാൾ ഈ കൊലപാതകം നടത്തിയോ എന്നൊരു സംശയം പോലീസിനുണ്ട്. നിലവിൽ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, നിരീക്ഷണത്തിലാണ്. ഈ സീതയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയുള്ള നീക്കത്തിലേക്കാണ് പോലീസ് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന കഥ ഈ ബിനുവാണ് ആളുകളോട് പറയുകയും ചെയ്തിട്ടുള്ളത്. അത് പോസ്റ്റ്മോർട്ടം പരിശോധനകൾക്ക് ശേഷം അതല്ല, കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ ഉടൻ ഉണ്ടാവുകയും ചെയ്യും.